नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में काका कालेलकर के बारे में पढ़ा। काका कालेलकर की एक ललित निबंध है गंगा मैया। गंगा मैया गंगा माता है। गंगा देवव्रत भीष्म को जन्म देती थी, तो भी वह आर्य जाति की माता के रूप में प्रसिद्ध होती। यहाँ भीष्म पितामह की टेक, उसकी निष्प्रहता, उसका ब्रह्मचर्य, उसका तत्वज्ञान, ये हमेशा आर्य जाति का आदर का पात्र बनाया है। यहाँ नदी को कोई उपमा शोभा देती है तो यह माता की उपमा है। नदी के किनारे रहने वाले लोगों को अकाल का डर नहीं होता है। मेघराजा या वर्षा धोखा देते समय नदी माता हमारे लिए फसल पकाती है। इसके अलावा नदी के किनारा शुद्ध और शीतल हवा भी है। नदी के किनारे किनारे घूमते समय हमें प्रकृति का मातृवात्सल्य भी, उसका प्रवाह का दर्शन भी हो जाता है। नदी बड़ी होता है और उसका प्रवाह धीर और गंभीर होता है, तब तो उसके किनारे रहने वाले लोगों की शान शौकत या प्रताप उस नदी पर निर्भर रहती है। यहाँ सचमुच नदी जन समाज की माता है और नदी के किनारे बसे हुए शहर की गली गली में घूमते समय उसके एक कोने से नदी का दर्शन हो जाए तो हमें कितना आनंद होता है। और शहरों का गंदा वायुमंडल और नदी का प्रसन्न दर्शन, ये दोनों का अंतर है। शहर और नदी का दोनों के बीच का अंतर है। यह शहर में गंदा वायुमंडल है, लेकिन नदी का दर्शन बहुत प्रसन्न है। यहाँ हमारा निबंधकार काका कालेलकर कहता है, नदी ईश्वर नहीं है, लेकिन ईश्वर का स्मरण कराने वाला देवता है नदी। यहाँ गुरु का वंदन करना आवश्यक है, तो नदी को भी वंदन करना उचित है, क्योंकि नदी ईश्वर नहीं है, ईश्वर का स्मरण कराने वाला देवता है। ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഗുരുവിനെ വന്ദിക്കണമെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നദിയെ വന്ദിക്കുന്നതും നമസ്കരിക്കുന്നതും ഉചിതമാണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇവിടെ പറയുന്ന ആൻസർ ഇതാണ്, നദി ഈശ്വർ നഹി ഹേ ബൽക്കി ഈശ്വർ കാ സ്മരൺ കരാനെ വാല ദേവത ഹേ. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ്. ये तो हुई സാമാന്യ നദി की बात है. അപ്പോൾ നമ്മളത് പറഞ്ഞത് സാധാരണ നദികളിലെ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. किंतु ഗംഗാ മയ്യ तो ആര്യജാതി की माता है. പക്ഷേ ഗംഗാ മയ്യ എന്ന് പറയുന്നത് ആര്യജാതിയുടെ അമ്മയാണ്. നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ആര്യജാതിക്ക് की माता के रूप में गंगा नदी പ്രസിദ്ധ होती है. ആര്യജാതിയുടെ അമ്മ എന്ന പേരിൽ നമ്മുടെ ഗംഗാ നദി പ്രസിദ്ധി ആർജിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാ മയ്യ എന്ന് പറയുന്നത് ആര്യജാതിക്ക് മാതാ ഹെ. ആര്യം കെ ബഡേ ബഡേ സാമ്രാജ്യ ഇസി നദി കെ തട്ട് पर സ്ഥാപിത हुए हैं. കാരണം പറയുന്നതാണ്, ആര്യം കെ ബഡേ ബഡേ സാമ്രാജ്യം, ആര്യന്മാരുടെ, ആദ്യം വന്നവരാണ് ആര്യന്മാർ ദ്രാവിഡന്മാർ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആര്യന്മാരുടെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഈ നദിയുടെ തീരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്.
ഏത് നദിയുടെ? ഗംഗാ നദിയുടെ തീരത്താണ് ആര്യന്മാരുടെ വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. കുരു പാഞ്ചാൽ ദേശ് കാ അംഗ് ബംഗാദി ദേശം കെ സാത്ത് ഗംഗാനെ ഹി സംयोग किया है. അതുമാത്രമല്ല കുരു പാഞ്ചാല രാജ്യങ്ങൾ ദേശങ്ങൾ, കുരുവംശം, പാഞ്ചാല ദേശം, പണ്ടത്തെ നമ്മൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കൗരവരെയും പാണ്ഡവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുരുവംശം, പാഞ്ചാല വംശം, പാഞ്ചാല രാജ്യം എന്നൊക്കെ കേൾക്കാം. ഇപ്പോൾ നമ്മൾ കുരു പാഞ്ചാല എന്ന് പറയുന്നത് നമ്മൾ ഡൽഹി ഹരിയാന ബോർഡറാണ് പറയുന്നത്. കുരു പാഞ്ചാല എന്ന് പറയുന്നത് ഡൽഹി ഹരിയാന ബോർഡറാണ്. അതുപോലെ തന്നെ പാഞ്ചാല എന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബ് ബോർഡറിനെയാണ് നമ്മൾ പാഞ്ചാല ദേശം എന്ന് പറയുന്നത്. അതുപോലെ അംഗബംഗാദി ദേശം കെ സാത്ത് ഗംഗാനെഹി സംयोग. അതുപോലെ അംഗബംഗ രാജ്യങ്ങൾ, അംഗരാജ്യം, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെ കുരു പാഞ്ചാല രാജ്യം, അതുപോലെ തന്നെ അംഗബംഗാദി രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഗംഗയും അതോടുകൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ കൂടിയൊക്കെ ആരും ഒഴുകുന്നുണ്ട്, ഗംഗയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. आज भी हिंदुस्तान की आबादी गंगा के तट पर सबसे अधिक है. ഇന്നും നമ്മുടെ ഹിന്ദുസ്ഥാനിൻ്റെ ആബാദി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ജനവാസം എന്ന് പറയുന്നത് ഗംഗാ കെ തട്ട് പർ അധിക് സബ്സെ അധിക് ഹെ. ഗംഗാ തീരത്താണ് കൂടുതലായിട്ട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്, ഗംഗാ തീരത്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, ആര്യന്മാരുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആര്? നമ്മുടെ ഗംഗ മയ്യ. അവിടെ പറയാനുള്ള കാരണം എന്താണ്? ആര്യം കെ ബഡേ ബഡേ സാമ്രാജ്യ ഗംഗാ നദി കെ കിനാരെ സ്ഥാപിത ഹുയേ ഹെ. ഗംഗാ നദിയുടെ തീരത്താണ് ആര്യന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഗംഗാ നദിയുടെ തീരത്താണ്. നമ്മൾ പറയുന്ന കുരു പാഞ്ചാല രാജ്യം, അംഗബംഗാദി രാജ്യം, ഇതെല്ലാം ഗംഗയുമായി ചേർന്ന് കിടക്കുന്നുള്ളതാണ്. അതുമാത്രമല്ല ഹിന്ദുസ്ഥാൻ കി ആബാദി ഗംഗാ കെ തട്ട് പർ സബ്സെ അധിക് ദിഖായി ദേത്താ ഹെ. ഏറ്റവും കൂടുതൽ കാണുന്നത് ഗംഗാ തീരത്താണെന്ന് പറയുന്നത്. जब हम गंगा का दर्शन करते हैं तब हमारे ध्यान में तो फसल से लहलहाते सिर्फ गेत ही नहीं आते. ഇനി നമ്മൾ ഗംഗയെ ദർശിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓർമ്മ വരുന്ന കാര്യമാണ്, हमारे ध्यान में तो फसल से लहलहाते सिर्फ गेत ही नहीं आते, न सिर्फ माल से लदे जहाज ही आते हैं, किंतु वाल्मीकि का काव्य, बुद्ध महावीर के विहार, अशोक समुद्रगुप्त या हर्ष जैसे सम्राटों के पराक्रम और तुलसीदास या कबीर जैसे संत जनों के भजन, इन सब का एक साथ स्मरण होता है. എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ ഗംഗാ നദിയെ കാണുമ്പോൾ ദർശിക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാൻമേ, നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ മനസ്സിൽ ഫസൽ സെ ലഹലഹാത്തെ, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്, ലഹലഹാന എന്ന് പറഞ്ഞാൽ തഴച്ച് വളരുക, അതായത് സമൃദ്ധമായിട്ട് വളരുന്ന, സിർഫ് ഗേത് ഹി നഹിയാത്തെ, കേവലം വയലുകൾ മാത്രമല്ല, പാടങ്ങൾ മാത്രമല്ല നമ്മൾ കാണുന്നത്, അതായത് വിളവിനാൽ തഴച്ചു വളരുന്ന സമൃദ്ധമായി വളരുന്ന പാടങ്ങളും വയലുകളും മാത്രമല്ല, എന്നാൽ സിർഫ് മാൽ സെ ലതേ ഹുയേ ജഹാസ് ഹിയാത്തെ ഹി. മാൽ എന്ന് പറഞ്ഞാൽ സാധനം. അപ്പോൾ സാധനങ്ങളുമായിട്ട് കയറ്റിക്കൊണ്ടു പോകുന്ന കപ്പലുകൾ മാത്രമല്ല അതിൽ വരുന്നത്. അപ്പോൾ തഴച്ചു വളരുന്ന വിളവ് തരുന്ന പാടങ്ങൾ, വയലുകൾ മാത്രമല്ല, അതുപോലെ തന്നെ കപ്പലിൽ കൂടെ, അതായത് ഒരുപാട് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്ന കപ്പലുകൾ മാത്രമല്ല വരുന്നത്. കിന്തു വാൽമീകി കാവ്യം, അത് മാത്രമല്ല വാൽമീകി മഹർഷി കേട്ടിട്ടുണ്ടാവും, വാൽമീകി രാമായണം, വാൽമീകിയുടെ കാവ്യങ്ങൾ, ബുദ്ധ മഹാവീർ കെ വിഹാർ, ശ്രീബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ തുടങ്ങിയവരുടെ കൊട്ടാരങ്ങൾ, ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധമത സ്ഥാപകനാണ് ശ്രീബുദ്ധൻ, ഗൗതം ബുദ്ധൻ, അതുപോലെ മഹാവീർ, വർദ്ധമാന മഹാവീരൻ ജനമത സ്ഥാപകനാണ്. അപ്പോൾ അവരുടെ കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ അശോക് സമുദ്രഗുപ്ത യാ ഹർഷ് ജൈസെ സമ്രാട്ടം കെ പരാക്രം, അശോക രാജാവ്, അശോക ചക്രവർത്തി, രാജാവല്ല അശോക ചക്രവർത്തി, അതായത് കലിംഗ യുദ്ധം. അപ്പോൾ അശോക ചക്രവർത്തി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി. അതുപോലെ ചന്ദ്രഗുപ്തൻ്റെ മകനാണ്, ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് സമുദ്രഗുപ്തൻ. അതുപോലെ ഹർഷൻ എന്ന പേരുള്ള ചക്രവർത്തി. ഇവരുടെ എല്ലാം സമ്രാട്ടം കെ പരാക്രം, അവരുടെ പരാക്രമങ്ങൾ, അവരുടെ വീരത. തുളസീദാസ് യാ കബീർ ജൈസെ സന്ത് ജനോം കെ ഭജൻ, തുളസീദാസ് രാമഭക്തികാലത്തിലെ, അതുപോലെ കബീർദാസ് ഭക്തികാലത്തിൽ തന്നെ, ജ്ഞാനാശ്രയ ശാഖയിലെ കബീർദാസ്
തുടങ്ങിയ സന്ത് ജനം കെ ഭജൻ, സന്യാസിമാരായിട്ടുള്ള ഈ കബീർദാസ് അതുപോലെ തന്നെ തുളസീദാസ് തുടങ്ങിയവരുടെ ഭജനകൾ ഇൻ സബ് കാ ഏക് സാത്ത് സ്മരൺ ഹോത്താ ഹേ, ഇതെല്ലാം ഒരേപോലെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗംഗയെ കാണുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് വിളവ് പാകമായിട്ട്, അതായത് തഴച്ച് വളരുന്ന സമൃദ്ധമായി വളരുന്ന നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ വയലുകൾ, അതുമാത്രമല്ല അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന കപ്പലുകൾ, അതും മാത്രമല്ല വാൽമീകിയുടെ കാവ്യങ്ങൾ, ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും കൊട്ടാരങ്ങൾ, അശോക ചക്രവർത്തിയുടെ, സമുദ്രഗുപ്തൻ്റെ, ഹർഷൻ്റെ തുടങ്ങിയ ചക്രവർത്തിമാരുടെയൊക്കെ വീരത പരാക്രമങ്ങൾ, തുളസീദാസ് അതുപോലെ കബീർദാസ് പോലെയുള്ള സന്യാസിമാരായിട്ടുള്ള ആളുകളുടെ ഭജനകൾ, കീർത്തനങ്ങൾ, ഇതെല്ലാം ഒരേപോലെ ഓർമ്മയിൽ വരുന്നു. ഗംഗാ ദർശൻ തോ ശൈത്യ പാവനത്തുക ഹാർദിക് തഥാ പ്രത്യക്ഷ ദർശൻ ഹേ. അപ്പോൾ ഗംഗയുടെ ദർശനം എന്ന് പറയുന്നത്, ഗംഗാ നദിയുടെ ദർശനം എന്ന് പറയുന്നത് ശൈത്യ പാവനത്വ്, അതായത് നല്ല തണുപ്പുള്ള, നമുക്ക് വളരെയധികം ശീതളത പ്രദാനം ചെയ്യുന്ന, പാവനത്വ്, വളരെ പാവനത്വം പവിത്രത പ്രദാനം ചെയ്യുന്ന, ഹാർദിക് തഥാ പ്രത്യക്ഷ ദർശൻ ഹേ, ഹൃദയം നിറഞ്ഞ, ഹൃദയസ്പർശിയായിട്ടുള്ള, അതുപോലെ തന്നെ പ്രത്യക്ഷ ദർശൻ ഹേ, പ്രത്യക്ഷമായിട്ടുള്ള ദർശനമാണ്. അപ്പോൾ ഗംഗയുടെ ദർശനം എന്ന് പറഞ്ഞാൽ വളരെയധികം പാവനത്വം അല്ലെങ്കിൽ പവിത്രത നിറഞ്ഞ, വളരെയധികം ശൈത്യം, അതായത് എന്താ പറയുക, ശീതളത പ്രദാനം ചെയ്യുന്ന, വളരെ ഹൃദയം നിറഞ്ഞ, വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ദർശനമാണ് ഗംഗാനദിയുടെ ദർശനം. അപ്പോൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഗംഗാനദിയെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹിന്ദു ഗംഗാ കെ ദർശൻ കാ ഏക് ഹി പ്രകാർ നഹി ഹേ. പക്ഷേ ഗംഗാനദിയുടെ ദർശനം എന്ന് പറയുന്നത് ഏക് ഹി പ്രകാർ നഹി, ഒരേപോലെയല്ല. അതായത് പല സ്ഥലങ്ങളിലും ഗംഗയുടെ പല രൂപത്തിലാണ് നമ്മൾ കാണുക. ഗംഗയ്ക്ക് പല പേരുകളിലാണ് ഗംഗാനദി അറിയപ്പെടുന്നത്. അപ്പോൾ ഗംഗയുടെ ദർശനം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ഗംഗോത്രി കെ പാസ് കെ हिमाच्छादित प्रदेशों में इसका खिलाड़ी कन्या रूप, उत्तरकाशी की ओर चीड़ देवदार के काव्यमय प्रदेश में मुग्धा रूप, देवप्रयाग के पहाड़ी और संगरे प्रदेश में चमकीली अलनंदा के साथ उसकी अटखेलियाँ, लक्ष्मण झूले को विकराल दंष्ट्रा में से छूटने के बाद हरिद्वार के पास उसका अनेक धाराओं में स्वच्छंद विहार, कानपुर से सटकर जाता हुआ उसका इतिहास प्रसिद्ध प्रवाह, प्रयाग के विशाल पट पर हुआ उसका कालिंदी के साथ का त्रिवेणी संगम, हर एक की शोभा कुछ निराली है. ഒരു വലിയ സെൻറ്റൻസാണ്. അതായത് ഗംഗാ നദിയുടെ ദർശനം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ആ ഓരോ സ്ഥലങ്ങളിലും ഓരോ രൂപത്തിലാണ് കാണുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഗംഗോത്രി കെ പാസ് കെ ഹിമാച്ഛാദിത പ്രദേശം. ഗംഗോത്രി എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനമാണ്. ഗംഗോത്രി എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ നമ്മൾ ഗംഗോത്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗംഗോത്രിയുടെ അടുത്ത് ഹിമാച്ഛാദിത പ്രദേശമേ, അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ, ഇസ്കാ ഖിലാടി കന്യാരൂപ്, ഗംഗാനദിയുടെ എന്താ പറയുക, വളരെ മാന്ത്രികമായിട്ടുള്ളൊരു കന്യാരൂപമാണ്, മാജിക്കലായിട്ടുള്ള ഒരു കന്യാരൂപം. उत्तरकाशी की ओर चीड़ देवदार के काव्य में प्रदेश में मुग्धा रूप. ഉത്തരകാശിയിലെ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാവ്യമയമായ പ്രദേശത്ത് ഗംഗാനദിയുടെ പൂർണ്ണകായ രൂപമാണ്, മുഗ്ധാരൂപമാണ്, പൂർണ്ണരൂപം. देवप्रयाग के पहाड़ी और संगरे प्रदेश में चमकीली अलनंदा के साथ उसकी अटकेलिया. ഇനി ദേവപ്രയാഗിലെ മലകളും അതുപോലെ തന്നെ സങ്കര പ്രദേശ്, അതായത് ഇടുങ്ങിയ പ്രദേശങ്ങളിൽ, കുന്നുകളും മലകളും നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശങ്ങളിൽ ഇവിടെ എന്താണെന്ന് പറയുന്നത്, ചംക്കീലി അളകനന്ദാക്കിയ, വളരെ തിളങ്ങുന്ന അളകനന്ദയുടെ ഒപ്പം തന്നെ ഉസ്കി അഡ്കേലിയ, ഗംഗാനദിയുടെ കളികൾ. ലക്ഷ്മൺ ചൂലെ की विकराल दंष्ट्रा में से छूटने के बाद हरदार के पास उसका अनेक धाराओं में स्वच्छंद विहार. ലക്ഷ്മൺ ചൂലെ ഒരു പാലമാണ്, ലക്ഷ്മൺ ചൂല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ വികരാൽ ദംഷ്ട്രാ മേംസെ ചുക്നേക്ക് ബാദ്, അതേ ഭയാനകമായുള്ള ആ ദംഷ്ട്രയിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം, അപ്പോൾ അവിടെ നിന്ന് വേർപ്പെട്ടതിന് ശേഷം ഹരിദ്വാർ കെ പാസ്, ഹരിദ്വാറിനടുത്തെത്തുമ്പോൾ ഉൻക അനേക ധാരാവമേ,
അത് ഒരുപാട് കൈവഴികളായിട്ട് പ്രവാഹമായിട്ട് സ്വച്ഛന്ത വിഹാർ സ്വതന്ത്രമായിട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലക്ഷ്മണൻ ചൂല എന്ന് പറയുന്ന ആ ഭാഗത്തുനിന്ന് എന്താ പറയുക ഭയാനകമായിട്ടുള്ള ആ ഒരു പ്രദേശത്തു നിന്ന് വിട്ടുപോയതിന് ശേഷം ഹരിദ്വാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് പല പ്രവാഹങ്ങളായിട്ട് സ്വതന്ത്രമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാൺപൂർ സെ സഡ്കർ ജാത്താ ഹുവാ ഇസ്കാ ഇതിഹാസ് പ്രസിദ്ധ പ്രവാഹം. ഇനി കാൺപൂരിൽ നിന്ന് സഡ്കർ അവിടെ നിന്ന് മാറിയിട്ട്, സഡ്കർ എന്ന് പറഞ്ഞാൽ തെന്നി മാറിയിട്ട്, അവിടെ നിന്ന് ഗതി മാറിയിട്ട്, കാൺപൂർ സെ സഡ്കർ എന്ന് പറഞ്ഞാൽ കാൺപൂരിൽ നിന്ന് ഗതി മാറിയിട്ട് ഒഴുകുന്ന ഉസ്കാ ഇതിഹാസ് പ്രസിദ്ധ പ്രവാഹം, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രവാഹം. പ്രയാഗ് കെ വിശാൽ പട്ട് പർ ഹുവാ ഉസ്കാ കാളിന്തി കെ സാത്ത് കാ ത്രിവേണി സംഗം. ഇനി പ്രയാഗിൻ്റെ വിശാലമായിട്ടുള്ള സമതൽ പ്രദേശങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാളിന്തി നദിയുമായിട്ടുള്ള ത്രിവേണി സംഗമമാണ് അടുത്തത്. ഹറേ കി ശോഭ കുച്ച് നിരാലിഹി. ഓരോന്നിൻ്റെ ശോഭ എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ളതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ പല രൂപത്തിലാണ് നമ്മളെ ഗംഗാനദിയെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരേ രൂപത്തിലല്ല, ഒരേപോലെയല്ല. ഒരു ഭാഗത്ത് കിലാടി കന്യാരൂപമാണെങ്കിൽ വേറൊരു ഭാഗത്ത് എത്തുമ്പോൾ മുഗ്ധരൂപമാണ്. വേറെ സ്ഥലത്ത് എത്തുമ്പോൾ അളകനന്ദാക്കിയ സദുസ്കി അഡ്ഖേലിയ. ഇനി അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പോകുന്നത് സ്വച്ഛന്ത വിഹാറാണ്. വീണ്ടും കാൺപൂരിൽ നിന്ന് മാറുമ്പോൾ ഇതിഹാസ പ്രസിദ്ധ പ്രവാഹമായിട്ട് അത് മാറുന്നു. അതുപോലെ പ്രയാഗ് എന്ന സ്ഥലത്തെ വിശാലമായിട്ടുള്ള സമതല പ്രദേശങ്ങളിൽ കൂടി പോകുമ്പോൾ കാളിന്തി നദിയുമായി ചേർന്നുകൊണ്ട് അവിടെ ത്രിവേണി സംഗമം, 3 നദികളുടെ സംഗമമാണ് അവിടെ. ത്രിവേണി സംഗമം ഇലഹാബാദിലാണ് നടക്കുന്നത്. ഹറേ കി ശോഭ കുച്ച് നിരാലിഹെ. ഓരോന്നിൻ്റെ ശോഭ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഏക ദൃശ്യ ദേഖ്നെ പർ ദൂസരേക്ക് കൽപ്പന നഹി ഹോ സക്തി. ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ദൂസരേക്ക് കൽപ്പന നഹി ഹോ സക്തി, അടുത്തത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഓരോ ദൃശ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇങ്ങനെയാവുമെന്ന് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനായിട്ട് സാധിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ഹറേക്ക് കാ സൗന്ദര്യ അലഗ്, ഹറേക്ക് കാ ഭാവ് അലഗ്, ഹറേക്ക വാതാവരൺ അലഗ്, ഹറേക്ക മഹാത്മ്യ അലഗ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രൂപമാണ്. അതുപോലെ പറയുന്നുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും സൗന്ദര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഹറേക്ക ഭാവ് അലഗ്, ഓരോന്നിൻ്റെയും ഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഹറേക്ക വാതാവരൺ അലഗ്, ഓരോന്നിൻ്റെയും ആ ചുറ്റുപാട് സാഹചര്യം എന്ന് പറയുന്നത് അലഗാണ്. ഹറേക്ക മഹാത്മ്യ അലഗ്. ഇപ്പോൾ ഓരോ സ്ഥാനത്തും ഓരോ രൂപത്തിൽ കാണുന്നു, അതിൻ്റെ എല്ലാം മഹാത്മ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇപ്പോൾ എല്ലായിടത്തും ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിൽ അല്ലെങ്കിൽ ഓരോ രൂപത്തിൽ കാണുന്നു, അതിൻ്റെ എല്ലാം സൗന്ദര്യമായാലും ഭാവമായാലും വാതാവരണമായാലും മഹാത്മ്യമായാലും എന്ത് തന്നെയായാലും അതെല്ലാം അലഗ് ഹി, അതെല്ലാം സെപ്പറേറ്റാണ്, വ്യത്യസ്തമാണ്. പ്രയാഗ് സെ ഗംഗ അലഗ് ഹി രൂപൻ സ്വരൂപ് ധാരൺ കർ ലേത്തി ഹി. ഈ പ്രയാഗിൽ നിന്ന് പോകുമ്പോൾ ഗംഗ വേറൊരു രൂപമാണ് സ്വീകരിക്കുന്നത്. പ്രയാഗിൽ നിന്ന് ഗംഗ അലഗ് ഹി സ്വരൂപ് ധാരൺ കർ വേറൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഗംഗോത്രി से लेकर प्रयाग तक की गंगा वर्धमान होते हुए एक रूप मानी जा सकती है. ഇപ്പോൾ ഗംഗോത്രിയിൽ നിന്ന്, അതായത് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി എന്ന് പറയുന്നത് അവിടെ നിന്ന് ആരംഭിച്ച് പ്രയാഗ് വരെ എത്തുമ്പോൾ, നമ്മൾ ലാസ്റ്റ് പ്രയാഗാണ് പറഞ്ഞത്, അവിടെ ത്രിവേണി സംഗമം നടക്കുന്നു പറഞ്ഞു, അലഹാബാദിലെ പ്രയാഗ്. അപ്പോൾ അവിടെ പ്രയാഗ് കി ഗംഗ വർദ്ധമാൻ ഹോത്തെ ഹുയെ ബി, അവിടെ എത്തുമ്പോൾ അവിടെയുള്ള അത്രയും ദൂരത്തേക്ക് എത്തും. ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് പ്രയാഗിലേക്ക് എത്തുമ്പോൾ ഗംഗ ഒന്നുകൂടി വിശാലമായിട്ട് ഏക് രൂപ് ബനിജത്, ഒരേപോലെയായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ വ്യത്യസ്തമായ രൂപങ്ങളിലാണ്, പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരേ രൂപത്തിലായിട്ടാണ് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. കിന്തു പ്രയാഗ് കെ പാസ് ഉസ്സേ യമുന ആക്രമിൽത്തി ഹേ. ഇനി ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് പ്രയാഗിലെത്തുമ്പോൾ അവിടെ യമുന നദി വന്ന് ചേരുന്നു എന്ന് പറയുന്നത്. എവിടെ എത്തുമ്പോഴാണ് പ്രയാഗ് കെ പാസ് ഉസ്സേ യമുന ആക്കർ മിൽത്തി ഹേ. പ്രയാഗിൻ്റെ അടുത്ത് എത്തുമ്പോൾ യമുന നദി വന്ന് കൂട്ടിമുട്ടുന്നു. യമുന കാത്തോ പഹലെ സേ ഹി ദോഹര പാഠി. യമുന നദിക്കാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ അതിനേക്കാളും പഹലെ സേ ഹി, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ദോഹര പാഠി, ഇരട്ടി വ്യാപ്തിയാണുള്ളത്, ഇരട്ടി വലിപ്പമാണുള്ളത്.
वह खेलती है കൂത്തി ഹേ കിന്തു ക്രീഡാസക്തി നഹി മാലൂം ഹോത്തി. അപ്പോൾ അത് കളിക്കുന്നു, ചാടുന്നു, അതുപോലെ തന്നെ ക്രീഡാസക്തി നഹി മാലൂം ഹോത്തി, അത് ക്രീഡാസക്തമല്ല, അതായത് കളിക്ക് ആസക്തമായിട്ട് അല്ലെങ്കിൽ ആസക്തിയോടുകൂടി ഇരിക്കുന്നില്ല. ഇവിടെ ഗംഗാനദി എന്ന് പറയുന്നത് ഇവിടെ ക്രീഡാസക്തി നഹി മാലൂം ഹോത്തി, അതായത് കളികളോട് താല്പര്യമുള്ള ഒരു നദിയല്ല. ഗംഗ ശകുന്തള ജൈസി തപസ്വി കന്യ ദിക്തി ഹി, ഗംഗയെ എന്തുപോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നത് ശകുന്തളയെ പോലെയുള്ള താപസ കന്യകയെ പോലെയാണ് കാണപ്പെടുന്നത്. ദുഷ്യന്തനും ശകുന്തളയും അല്ലേ, കണ്ണമഹർഷിയുടെ ആശ്രമത്തിൽ വളർന്ന നമ്മുടെ ശകുന്തള. അപ്പോൾ ശകുന്തളയെ പോലെയുള്ള തപസ്വിനിയായിട്ടുള്ള കന്യകയെ പോലെയാണ് ഗംഗാനദിയെ തോന്നുന്നത് കാണുമ്പോൾ. കാളി യമുന ദ്രൗപദി ജൈസി മാന്യ രാജകന്യ മാലൂം ഹോത്തി ഹി, ഇനി കാളിമയാർന്ന ഒരു കറുപ്പ് നിറത്തോടു കൂടിയ യമുനാ നദി എന്ന് പറയുന്നത് ദ്രൗപദിയെ പോലെ മാനിനി, വളരെ അഭിമാനമുള്ള, വളരെ പ്രതാപിയായിട്ട് അല്ലെങ്കിൽ വളരെ അഭിമാനമുള്ള മാനിനി രാജകന്യ മാലൂം ഹോത്താ ഹേ, വളരെ അഭിമാനമുള്ളൊരു രാജകന്യകയായിട്ടാണ് ദ്രൗപദിയെ പോലെയുള്ള ഒരു രാജകന്യകയായിട്ടാണ് തോന്നുന്നത് യമുനാ നദിയെ കാണുമ്പോൾ. ദ്രൗപദി കേട്ടിട്ടുണ്ടാവും അല്ലേ, പാണ്ഡവരുടെ ദ്രൗപദി പാഞ്ചാലി, ദ്രുപദ ദേശത്തെ രാജകന്യ. शर्मिष्ठा और देवयानी की कथा जब हम सुनते हैं तब भी प्रयाग के पास गंगा और यमुना के बड़ी कठिनाई के साथ मिलते हुए शुक्ल कृष्ण प्रवाहों का स्मरण हो जाता है. എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗംഗ എന്ന് പറഞ്ഞാൽ തപസ്വിനിയായ ശകുന്തളയെ പോലെയാണ്, യമുന എന്ന് പറയുന്നത് ദ്രൗപദി ജൈസി മാന്യ രാജകന്യ के रूप में मालूम होती है. ശർമ്മിഷ്ഠ और ദേവയാനി की കഥ ജബ് ഹം സുനത്തെ ഹേ, ശർമ്മിഷ്ഠ അതുപോലെ ദേവയാനി തുടങ്ങിയ കഥ, ദേവയാനി അല്ലേ, അപ്പോൾ ദേവയാനി തുടങ്ങിയ അവരുടെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. തബ് ബി പ്രയാഗ് കെ പാസ് ഗംഗ, അങ്ങനെയാണെങ്കിൽ കൂടി പ്രയാഗിനടുത്തെത്തുമ്പോൾ ഗംഗയും യമുനയും ഗംഗ और യമുന के बड़ी കഠിനായി के साथ मिलते हुए, വളരെ ബുദ്ധിമുട്ടി അവരെ ഒന്നായിത്തീരുന്നു, കണ്ടുമുട്ടുന്നു. ഗാരുതമ്മിലേക്ക് ഗംഗയും യമുനയും കണ്ടുമുട്ടുന്നു. തബ് ബി യഹാ ശുക്ല കൃഷ്ണ പ്രവാഹം കാ സ്മരണ ആത്തെ ഹേ. ശുക്ല തന്നെ വിഷ്ണുവാണ്, അത് ശുക്ലപക്ഷം, കൃഷ്ണ തന്നെ കൃഷ്ണൻ. അപ്പോൾ ഇവിടെ ഗംഗാനദി എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ രൂപത്തിലും, അതുപോലെ തന്നെ കൃഷ്ണപ്രവാഹം എന്ന് പറയുന്നത് നമ്മുടെ യമുനാ നദി. അപ്പോൾ ഗംഗയും യമുനയും കണ്ടുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനെയാണ് ഓർമ്മ വരുന്നത്, കൃഷ്ണനും വിഷ്ണുവും തമ്മിൽ കണ്ടുമുട്ടുന്ന അതേ ഓർമ്മകളാണ്, ആ രണ്ട് പ്രവാഹത്തിൻ്റേതായിട്ടുള്ള ഓർമ്മകളാണ് അവിടെ വരുന്നത്. हिंदुस्तान में अनगिनत नदियाँ हैं, इसलिए संगमों का भी कोई पार नहीं है. നമ്മുടെ ഭാരതത്തിലെ അൻകിനത്ത്, എണ്ണാൻ പറ്റാത്തത്ര, അൻകിനത്ത് നദിയാം ഹേ, എണ്ണാൻ പറ്റാത്തത്ര നദിയുണ്ട്, അസംഖ്യം നദികളുണ്ടെന്ന് പറയുന്നത്. ഇസ്ലിയെ സംഗമം കാ ബി കോയി പാർ നഹി ഹി, അതുകൊണ്ട് തന്നെ സംഗമങ്ങൾക്കും അത് പരിധികളൊന്നുമില്ല എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല, ലിമിറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നദികളുള്ള രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സംഗമം എന്ന് പറയുന്നത്, കണ്ടുമുട്ടൽ എന്ന് പറയുന്നത്, അല്ലെ സംഗമം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പരിധികളൊന്നും തന്നെയില്ല. इन सभी संगमों में हमारे पुरखों ने गंगा यमुना का यह संगम सबसे अधिक पसंद किया है और इसलिए उनका प्रयागराज जैसा गौरवपूर्ण नाम रखा है. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നദികളുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ സംഗമങ്ങൾക്ക് ലിമിറ്റുകളൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മൾ. ഈ പറയണേ ഇൻ സംഗമോമേ, ഈ സംഗമങ്ങളിൽ ഹമാരെ പുർഖോംനെ, ഹമാരെ പൂർവജോംനെ, നമ്മുടെ പൂർവികരെ ഗംഗ യമുനാക്ക സംഗം, ഗംഗ യമുന ഈ രണ്ട് നദികളിലെ സംഗമം എന്ന് പറയുന്നത് സബ്സെ അധിക പസന്ത് കിയാ ഹി, ഏറ്റവും അധികം അവരെ ഇഷ്ടപ്പെട്ടത് ഗംഗ യമുന സംഗമത്തെയാണ്. ആര്? നമ്മുടെ പൂർവികർ. और इसलिए उसका प्रयागराज जैसा गौरवपूर्ण नाम रखा है, അതുകൊണ്ട് തന്നെ ആ സംഗമത്തെ പ്രയാഗ്രാജ് എന്ന പേരിൽ വളരെ അഭിമാനത്തോടു കൂടി പ്രയാഗ്രാജ് എന്ന പേര് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗംഗ അതുപോലെ യമുന ഈ രണ്ട് നദികളുടെ സംഗമമാണ് ഏറ്റവും
പ്രസിദ്ധമായിട്ടുള്ളത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജ് എന്നുള്ള വളരെ അഭിമാനപൂർണമായിട്ടുള്ള വളരെ പ്രതാപത്തോടു കൂടിയ ഒരു പേരും കിട്ടിയിട്ടുണ്ട്. हिंदुस्तान में मुसलमानों के आने के बाद जिस प्रकार हिंदुस्तान के इतिहास का रूप बदला, उसी प्रकार दिल्ली, आगरा और मथुरा, वृंदावन के समीप से आते हुए यमुना के प्रवाह के कारण गंगा का स्वरूप भी प्रयाग के बाद बिल्कुल बदल गया है. ഈ നമ്മുടെ ഭാരതത്തിൽ മുസൽമാനും ക്യാനയ്ക്ക് ബാദ്, മുസൽമാൻ വന്നതിന് ശേഷം, മുസ്ലിംസ് വന്നതിന് ശേഷം എങ്ങനെയാണോ നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ രൂപം തന്നെ മാറിയത്, ഹിന്ദുസ്ഥാൻക്ക് ഇതിഹാസ്കാ രൂപ ബദല, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ ഹിന്ദുസ്ഥാനിൻ്റെ ചരിത്രം തന്നെ മാറി എന്ന് പറയുന്നത്, ആ രൂപം, അതിൻ്റെ രൂപം തന്നെ മാറി. ഉസി പ്രകാർ ദില്ലി, ആഗ്ര और മധുര, വൃന്ദാവൻ के समीप से आते हुए, അതുപോലെ തന്നെ ദില്ലി, ആഗ്ര, മധുര, വൃന്ദാവൻ തുടങ്ങിയ പ്രദേശത്തോടുകൂടി ഒഴുകിക്കൊണ്ടുവന്ന് ആ യമുനാക്കെ പ്രവാഹക്കെ കാരൻ, ആ യമുനാ നദിയുടെ പ്രവാഹം കാരണം, ഏതി കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദില്ലി, ആഗ്ര, അതുപോലെ മധുര, വൃന്ദാവൻ എന്ന സ്ഥലങ്ങളിൽ കൂടി അതിന് സമീപത്തോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യമുനാ നദിയുടെ പ്രവാഹം കാരണം ഗംഗാക്ക സ്വരൂപി, ഗംഗയുടെ സ്വരൂപം എന്ന് പറയുന്നത് പ്രയാഗ് കെ ബാദ് ബിൽക്കുൽ ബദൽ ഗയാഹെ, പ്രയാഗിന് ശേഷം ഗംഗയുടെ സ്വരൂപം തന്നെ മാറിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രയാഗ് വരെ കുഴപ്പമില്ല, പ്രയാഗ് കഴിഞ്ഞാൽ ഒരു വേറിട്ട രൂപത്തിലാണ് നമ്മൾ ഗംഗയെ കാണാനായിട്ട് സാധിക്കുക. അവിടെ ഗംഗയും യമുനയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്, അവിടെ സംഗമം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഗമം എന്ന് പറയുന്നത് ഗംഗ യമുന സംഗമമാണ്. അതുകൊണ്ട് അതിന് പ്രയാഗരാജ് എന്ന പേരും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. മുസ്ലിംസിൻ്റെ ആഗമനത്തിന് ശേഷം നമ്മുടെ ഭാരതത്തിലെ ചരിത്രം തന്നെ മാറി. അങ്ങനെ ദില്ലി, ആഗ്ര, അതുപോലെ മധുര, വൃന്ദാവൻ തുടങ്ങിയ പ്രദേശത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യമുന നദിയുടെ പ്രവാഹം കാരണം ഗംഗയുടെ സ്വരൂപം തന്നെ പ്രയാഗിന് ശേഷം മൊത്തമായിട്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഒരേ രൂപത്തിലേക്ക്, ഗംഗ എന്ന് പറയുന്ന നദി നമ്മുടെ മാതാവാണ്, ആ മാതാവിൻ്റെ രൂപത്തിലാണ്, അത്രയും പാവനത്വമുള്ളൊരു നദിയാണ്. ആ നദിയുടെ ദർശനം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. ഗംഗോത്രിയിൽ വെച്ച രൂപം, ഉത്തരകാശിയിലെത്തുമ്പോൾ വേറൊരു രൂപം, ദേവപ്രയാഗിലെത്തുമ്പോൾ വേറൊരു രൂപം, ലക്ഷ്മൺ ജ്വാലയിൽ നിന്ന് മാറി ഹരിദ്വാറിലെത്തുമ്പോൾ വേറൊരു രൂപം, അങ്ങനെ കാൺപൂരിൽ നിന്ന് മാറുമ്പോൾ വീണ്ടും ഇതിഹാസ പ്രസിദ്ധമായിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ രൂപമായിട്ട് മാറുന്നു. അങ്ങനെ പ്രയാഗ് എന്ന് പറയുന്ന ആ വിശാലമായ സ്ഥലത്ത് വെച്ച് കാളിന്തി നദിയുമായിട്ട് അവിടെ കൂട്ടിമുട്ടുന്നു. ത്രിവേണി സംഗമം എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ പറയുന്നു പ്രയാഗിലെത്തി കഴിഞ്ഞാൽ ഗംഗാ നദി വേറൊരു രൂപമാണ് അവിടെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഗംഗോത്രിയിൽ നിന്ന് ആരംഭിച്ച് പ്രയാഗിലേക്ക് എത്തുമ്പോൾ തന്നെ അതുവരെ നമ്മൾ ഒരേ രൂപത്തിലാണ്, പക്ഷെ അതിന് ശേഷം നമ്മളെ രൂപം തന്നെ മാറുന്നു എന്ന് പറയുന്നത്. യമുനാ നദി അതിനിടയ്ക്ക് നദിയുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. യമുനാ നദിയുടെ രൂപം എന്ന് പറയുന്നത്, വലുപ്പം എന്ന് പറയുന്നത് ആദ്യത്തേക്കാൾ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായതിനേക്കാളും ഇരട്ടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെ രൂപം ഓരോന്നിനെ പോലെ എന്ന് പറയുന്നത്. നമ്മൾ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകുന്തള പോലെയുള്ള തപസ്വിനിയായിട്ടുള്ള കന്യകമാരെ പോലെയാണെന്ന് പറയുന്നത്. യമുനാ നദി ആണെങ്കിൽ ദ്രൗപദി പോലെയുള്ള അഭിമാനിയായിട്ടുള്ള സ്ത്രീകളെ പോലെയാണെന്ന് പറയുന്നത്, രാജകന്യയെ പോലെയാണ്. ശർമ്മിഷ്ഠ ദേവയാനി എന്ന് പറയുന്ന അവരുടെ കഥകളിലൂടെ കേൾക്കുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ ഈ ഗംഗാ യമുന അതിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഗംഗാ യമുന എന്ന് പറയുന്നത് അവിടെ കണ്ടുമുട്ടുന്നു. ത്രിവേണി സംഗമം നടക്കുന്ന സമയത്ത് അവിടെ ഗംഗ യമുനയും കണ്ടുമുട്ടുന്നു. അത് ഇവിടെ കണക്കാക്കുന്നത് ശുക്ലകൃഷ്ണ പ്രവാഹം കാ സ്മരണാണ്. വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും ആ പ്രവാഹത്തിൻ്റെ ഓർമ്മകളാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് നദികളുണ്ട്. അതുകൊണ്ട് സംഗമങ്ങൾക്കും പരിധിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. പൂർവികർ അതുകൊണ്ട് തന്നെ ഗംഗാ യമുനക്ക സംഗം കോ അധിക പസന്ത് കിയാ ഹെ, അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പൂർവജനെ ഉനെ പ്രയാഗ്രാജ് നാമക് ഗൗരവപൂർണ്ണ നാമ ദിയാ ഹെ, വളരെ അഭിമാനത്തോടുകൂടി പേര് കൊടുത്തിട്ടുള്ളതാണ് പ്രയാഗ്രാജ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നദി പോകുന്നത് ഇവിടെ പറയുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഗംഗാ നദിയുടെ രൂപം മാറുന്നത് എന്ന് പറയുന്നുണ്ട്. എവിടെ വെച്ചിട്ടാണെന്ന് പറയുന്നത്,
ഡൽഹി, ആഗ്ര, മധുര, വൃന്ദാവൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി അതിനടുത്തുകൂടെ ഒഴുകി യമുന നദി അതേ ഒഴുകിപ്പോയി. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഗംഗയുടെ രൂപം പ്രയാഗിന് ശേഷം മൊത്തമായിട്ട് അവിടെ മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.